Hare Krishna, Hare Krishna, Krishna Krishna. പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. വോളിയം 1 വായിച്ചൊരു കാര്യമാണ്. ഇതില് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് പറയുന്നൊരു കാര്യമാണ്. ശീല പ്രഭുപാദ് ഇംഗ്ലണ്ടിലേക്ക് 3 കപ്പിൾസിനെയാണ് ആദ്യമായിട്ട് അയച്ചത്. ശ്യാം സുന്ദർ മാലതി, ഗുരുദാസ് യമന, പിന്നെ മുകുന്ദ ജാനകി, 3 പേര്. അപ്പൊ ആദ്യം അവർക്ക് ഒരു ചെറിയൊരു സ്ഥലം കിട്ടിയായിരുന്നു ടെമ്പിൾ ആയിട്ട്. പിന്നെ അതിന്റെ ലാൻഡ് ലോർഡ് അവരോട് വെക്കേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർക്ക് എല്ലാവരും ചിതറി പല പല സ്ഥലത്ത് താമസിക്കുന്നതായി. പിന്നെ ഒരു ഗ്യാരേജ് കിട്ടി, ചെറിയ ഒരു കാർ ഷെഡ് പോലെ. അപ്പൊ അതിലായിരുന്നു അവരുടെ ടെമ്പിള്. പിന്നെ അവർക്കാണ് ഫസ്റ്റ് ടെമ്പിള് 7 ബറി പ്ലേസിൽ ഒരു ടെമ്പിൾ അവർക്ക് കിട്ടി. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു നമുക്കത് പ്രോപ്പർ ടെമ്പിളായിട്ട് യൂസ് ചെയ്യാം, അതിനകത്ത് ഡേറ്റീസ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 പേരെ കൂടാതെ തമാൽ കൃഷ്ണ മഹാരാജും കൂടെ ആ സ്ഥലത്തേക്ക് വന്നു ഇത് സഹായിക്കാൻ വേണ്ടി. അപ്പം പ്രഭുപാദ് ഇംഗ്ലണ്ടിലുണ്ട് ആ സമയത്ത്. പ്രഭുപാദ് പറഞ്ഞു നമുക്ക് ഡേറ്റീസ്, രാധാകൃഷ്ണ ഡേറ്റീസിനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ അവർക്കാണെങ്കിൽ എവിടെയാണ് രാധാകൃഷ്ണ ഡേറ്റീസ് ഉള്ളതെന്ന് അറിയത്തില്ല. അവര് ഇന്ത്യയിലേക്ക് പറഞ്ഞിട്ടുമില്ല, ഇങ്ങനെ ഡേറ്റീസിനെ നിർമ്മിച്ചു തരാനായിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പം അവര് അവിടെ കാണുന്ന ഈ ഇന്ത്യക്കാരായിട്ടുള്ള പരിചയക്കാരായിട്ടുള്ളവരോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, വലിയ രാധാകൃഷ്ണ ഡേറ്റീസ് ഉണ്ടോ എന്നുള്ള ചോദിക്കുമായിരുന്നു. പിന്നെ അവര് വിചാരിച്ചു ഒരു നമ്പര് കൊടുക്കാമെന്ന്. അങ്ങനെ ജാനകി, മുകുന്ദപ്രഭുവിന്റെ വൈഫായ ജാനകിയുടെ നമ്പര് അവരെല്ലാം കാണുന്നവർക്കെല്ലാം അത് കൊടുത്തു. എന്നിട്ട് എവിടെയെങ്കിലും രാധാകൃഷ്ണ ഡേറ്റീസ് ഉണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് വിളിച്ച് പറയണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു. അങ്ങനെ അവരിങ്ങനെ തിരക്കി നടക്കുകയാണ്. പക്ഷെ അവർക്ക് പ്രഭുപാദും ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കും ഡേറ്റീസ് എവിടെ എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കും. അപ്പൊ അവർക്ക് ആകെ ഒരു ഉത്കണ്ഠയും ഇതുമായി. ഈ ടെമ്പിൾ ഓപ്പൺ ചെയ്യാനും പറ്റുന്നില്ല, ഡേറ്റീസ് കിട്ടാതെ. അവരിങ്ങനെ അത് ആ പരിപാടിയെ നിർത്താമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു കോള് വരും. ജാനകി മാജി, എന്റെ കയ്യില് രാധാകൃഷ്ണ ഡേറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ കോള് വരും. ഉടനെ ജാനകി മാജി മുകുന്ദപ്രഭുവിനോട് പറയും. അങ്ങനെ മുകുന്ദപ്രഭുവും മുകുന്ദദാസും തമാൽ കൃഷ്ണ ഗോസ്വാമിയും അന്ന് അവരൊക്കെ ബ്രഹ്മചാരീസാണ്. അപ്പൊ അവര് 2 പേരും കൂടെ ഈ ഡേറ്റീസ് കാണാനായിട്ട് പോകും. അതൊരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിലാണ് ഡേറ്റീസ്. അപ്പൊ അയാളുടെ വീട്ടിലെത്തിയിട്ട് അവരകത്തേക്ക് ക്ഷണിക്കും. അകത്തേക്ക് ക്ഷണിച്ചിട്ട് നിങ്ങൾക്ക് ഡേറ്റീസ് കാണണമെന്ന് ചോദിക്കും. എന്നിട്ട് അവരെ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ എത്തിക്കും. അതൊരു തുണി വെച്ചത് കവേർഡാണ്. അതിങ്ങനെ എടുക്കുമ്പോഴത്തേനും വളരെ ഭംഗിയുള്ള രാധാകൃഷ്ണ ഡേറ്റ്. ആ ഡേറ്റിയാണ് പിൻകാലത്ത് രാധാ ലണ്ടനീശ്വര എന്ന് പറഞ്ഞ ഡേറ്റിയായി മാറി. അപ്പൊ ആ ഡേറ്റ് കാണിച്ചു. എന്നാൽ അവർ നമസ്കരിച്ച്, ഇവർ 2 പേരും ശ്യാം സുന്ദർ പ്രഭുവും മുകുന്ദ പ്രഭുവും കൂടെ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വേറൊരു സംഘടനയ്ക്ക് വേണ്ടിയാണ് ഈ ഡേറ്റീസ് വരുത്തിയത് ജയ്പൂരെന്ന്. പക്ഷെ ആ സംഘടനയ്ക്ക് അകത്തെന്തൊക്കെയോ പ്രശ്നങ്ങൾ, അത് കാരണം അവരിപ്പോ ഡേറ്റ് വേണ്ട എന്നുള്ള രീതിയിലാണ്. ഞാനിത് വേറെ ആർക്കെങ്കിലും വിൽക്കാനായിട്ടാണ് വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. ഉടനെ ഇവർ 2 പേരും പറഞ്ഞു, ഞങ്ങള് പ്രഭുപാദിനെ ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുവിനെ വിളിച്ചോണ്ട് വരട്ടെ കാണാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. ഇവര് പെട്ടെന്ന് പോയി ഇവിടെ പ്രഭുപാദിനെ വിളിക്കാനായിട്ട് കാർ എടുത്ത് പോയി. അപ്പൊ ആ സമയത്ത് പ്രഭുപാദ് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ അവർ വിചാരിച്ചു ഇനി റെസ്റ്റിനിടയ്ക്ക് ബുദ്ധിമുട്ടിക്കണോ വേണ്ടോ എന്ന് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും പ്രാധാന്യമായതുകൊണ്ട് അവര് പ്രഭുപാദിനെ വിളിച്ചു. അങ്ങനെ പ്രഭുപാദിനോട് പറഞ്ഞു ഇങ്ങനെ ഡേറ്റീസ് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞു. എവിടെയെന്ന് പറഞ്ഞു, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞു. പ്രഭുപാദ് പെട്ടെന്ന് കാറിലല്ല ഒരു വാനില്, ടെമ്പിളിന്റെ വാനില് കയറി. അതിനകത്ത് ബാക്കി എല്ലാരും വന്നു. ശ്യാം സുന്ദർ പ്രഭുവും ഗുരുദാസ് പ്രഭുവും എല്ലാരും കൂടെ അതിനകത്ത് കയറി. പ്രഭുപാദും എല്ലാം കൂടെ കയറി അവിടെ ആ വീട്ടിലെത്തിയിട്ട് ഇദ്ദേഹത്തിനെ കണ്ടു. പ്രഭുപാദ് വളരെ ഒരു ഭയങ്കര ആവേശത്തിലല്ല വീട്ടിൽ കയറി, വളരെ സാമാന്യമായിട്ട് വീട്ടിലോട്ട് കയറി. അപ്പൊ അത് ഇങ്ങനെ ഈ ഡേറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേന് പ്രഭുപാദ് പക്ഷെ അതൊന്നും സംസാരിച്ചില്ല. പ്രഭുപാദ് പറഞ്ഞ്
നിങ്ങൾ എവിടുന്നാ വരുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ വൈഫ് എവിടെ, കുട്ടികൾ എവിടെ, ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് പ്രഭുപാദ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം ചോദിച്ചു, സ്വാമിജി അങ്ങക്ക് ഡേറ്റ് കാണണ്ടേ എന്നിങ്ങനെ ചോദിച്ചു. അത് നമുക്ക് കാണാം എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. എനിക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് പോയിട്ട് പ്രഭുപാദിന്റെ മുമ്പിൽ വെച്ച് ഈ തുണി അവർ മാറ്റി. പ്രഭുപാദ് ഇങ്ങനൊരു സൗണ്ട് അത് മാത്രമേ വച്ചുള്ളൂ. പ്രഭുപാദ് നമസ്കരിച്ചൊന്നുമില്ല, ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ച് അവർ ആ ഡ്രോയിങ് റൂമിലേക്ക് വന്നിരുന്നു. എന്നിട്ട് ഇവരിങ്ങനെ ഇദ്ദേഹം അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഡേറ്റ്, അങ്ങയുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നിങ്ങനെ അദ്ദേഹം ചോദിച്ചു, മറ്റേ ഓണർ ചോദിച്ചു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ പറഞ്ഞിട്ട് ഇവര് തമാൽ കൃഷ്ണ മഹാരാജും ശ്യാം സുന്ദർ പ്രഭു ഉണ്ടായിരുന്നു. അപ്പൊ അത് എത്രയാണ്, ഹെവി ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു, വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ തമാൽ കൃഷ്ണ മഹാരാജ് വന്നിട്ട് രാധാറാണിയെ എടുത്തു. ഞാൻ ചരിച്ചെടുത്ത് നോക്കി. എടുത്തപ്പോഴത്തേന് നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ തമാൽ കൃഷ്ണ മഹാരാജ് വലിയ കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞു. ഗുരുദാസ് വന്നിട്ട് കൃഷ്ണനെ എടുത്തു. അപ്പം ഉടനെ പ്രഭുപാദ് പറഞ്ഞു, ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്ന് തോന്നുന്നു, അപ്പം ഞങ്ങളിത് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരോട് വാനിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് ഉടനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റേ ഓണറിനൊരു ഇത് തോന്നിയത്, ഇവരിത് കൊണ്ടുപോവാണ് എന്നുള്ളത്. സ്വാമിജി 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇവര് നല്ല അമേരിക്കൻ ബോയ്സ് ആണ്, നല്ല സ്ട്രോങ് ആണ്, ഇവരെടുത്തോളൂ. പ്രഭുപാദ് അതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇതിങ്ങനെ പറഞ്ഞിട്ട് വാനിൽ കൊണ്ടുവച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മൾ കോണ്ടാക്ട് ചെയ്യാം, ഇനി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് അങ്ങ് പോയി. അപ്പോൾ ആക്ച്വലി അതിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പോലെയാണ് പ്രഭുപാദ് ചെയ്തത്. എന്നിട്ട് കുറെ അദ്ദേഹം ആ ഒരു സ്ട്രീറ്റ് കഴിഞ്ഞപ്പോഴത്തേന് പ്രഭുപാദ് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് പ്രഭുപാദ് തിരിഞ്ഞു നോക്കിയിട്ട് ഇതെടുക്കാൻ പറഞ്ഞു, കർട്ടൻ എടുക്കാൻ പറഞ്ഞപ്പം പ്രഭുപാദിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് പ്രഭുപാദ് ബ്രഹ്മസംഹിത പ്രേയേഴ്സ് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പം അങ്ങനെയാണ് അത് രാധാ ലണ്ടൻ ഈശ്വരായിട്ട് മാറിയത്. അപ്പം അതില് തമാൽ കൃഷ്ണ മഹാരാജ് പറയുന്നത്, അദ്ദേഹത്തിന് അത് പറയാൻ പോലും ഉള്ള ഒരു അവസരം പ്രഭുപാദ് കൊടുത്തില്ല. ഇത് പണത്തിനാണ് ഈ ഡേറ്റ് എന്ന് പറയാനുള്ള ഒരു അവസരം പോലും കൊടുത്തില്ല. അതിനുമുമ്പ് പ്രഭുപാദ് അതിനെ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പം അതില് പ്രഭുപാദ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓരോ കഴിവുകള്, ഒരു ബിസിനസ്സുകാരന്റെ സ്മാർട്ട്നെസ് ആണ് അതവിടെ കാണിച്ചത് പ്രഭുപാദ്. അപ്പൊ അത് ഭഗവാന്റെ സേവനത്തിന് എങ്ങനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാമെന്ന് പ്രഭുപാദ് അവിടെ കാണിച്ചു തന്നു എന്നുള്ളതാണ് അതിനകത്ത്. പക്ഷെ പ്രഭുപാദിന്റെ ഇന്റേണൽ മൂഡ് ഭഗവാനുള്ള സ്നേഹമാണ്. അതുകൊണ്ട് അത് കൊണ്ടങ്ങ് പോയില്ല. ആദ്യം നമസ്കരിച്ചില്ല, അതിന് അത്രയും ഡിമാൻഡ് ഇല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. പക്ഷെ അത് അയാളുടെ ഔട്ട് ഓഫ് സൈറ്റ് വന്നപ്പോഴത്തേന് പ്രഭുപാദിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും ഭഗവാന് മുമ്പിൽ നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ഏത് ഭൗതികമായ കഴിവുകളും പ്രോപ്പർലി എങ്ങനെ ഭഗവാനെ സേവനത്തിന് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പ്രഭുപാദ് അവിടെ കാണിച്ചു തന്നു തമാൽ കൃഷ്ണ മഹാരാജ്.